അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. സ്നാക്ക് ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാവുന്ന സമയത്ത് 2 സവാള കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പീസ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതൊന്നും ഒരുപാട് വെന്ത് കിട്ടണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ പുഴുങ്ങി കൈകൊണ്ടൊന്ന് പിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒരുപാട് മസാല ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് കുരുമുളക് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂണോളം കുരുമുളകും 1 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില തൂകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് തന്നെ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബണ്ണിനുള്ള മാവ് ഞാൻ ഒരുപാട് പ്രാവശ്യം കുഴക്കുന്നത് കാണിച്ചതാണ്. അതാണ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ കാണിക്കാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, അവിടെ എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നു. 6 പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഓരോന്നും നമ്മളെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് പരത്തി എടുക്കാം. പരത്തുന്ന സമയത്ത് ഇങ്ങനെ നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ മസാല ഫില്ല് ചെയ്യാനുള്ളതാണല്ലോ. ഇതുപോലെയാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നടുവിലായി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നാലേ ഇത് മടക്കുന്ന രീതി നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. നല്ലതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും മഴ കുറവാണല്ലോ അല്ലേ. അത് കാരണം കുട്ടികൾക്ക് സന്തോഷമായി സ്കൂളിലൊക്കെ പോയി വരാൻ പറ്റും. ഇപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്നാക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് ഫില്ലിങ്ങായി ചിക്കൻ വേണമെന്നില്ല കേട്ടോ. നമുക്ക് മുട്ട ചിക്കി എടുത്തിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നാലും കുട്ടികൾക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ചീസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായി തക്കാളി കട്ട് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഓരോ പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഒരെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഓവനിലാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത്. പിന്നെ എയർ ഫെയറിൽ വെച്ച് കൊടുത്തതാണ് കേട്ടോ ഏറ്റവും നന്നായി കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ഓവനോ എയർ ഫെയർ ഇല്ലെങ്കിലും നമുക്ക് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം തന്നെ ആയിരുന്നു കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.